എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇങ്ങനെയുള്ളൊരു മരുന്ന് മന്ത്രി ഭരിക്കുന്ന നാട്ടിൽ താമസിക്കേണ്ടി വന്ന ഗതികേടോർത്ത് സങ്കടപ്പെടുന്നു. ഇത്രയും തരം താഴ്ന്ന നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു മന്ത്രി കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകുമെന്ന് കരുതിയില്ല. എന്നാൽ അതിനപ്പുറവും അതുക്ക് മേലെയും ഇപ്പോൾ ഉണ്ടായി. എന്തിനാണ് കുറേ ഈ മേലധ്യക്ഷന്മാർ ഇത് കാണുന്നുണ്ടല്ലോ, കുറേ മതമേലധ്യക്ഷന്മാരും അന്ന് എന്താ പറയുക ഈ സത്യപ്രതിജ്ഞയ്ക്ക് വന്ന് മുന്നിലിരുന്നല്ലോ. ഒരുപക്ഷെ അവരിപ്പോഴും തലതാഴ്ച അവർ തന്നെ ചിന്തിക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഞങ്ങളിൽ നിന്ന് അകറ്റണമെന്ന് അവർ പ്രാർത്ഥിക്കുകയായിരിക്കാം. അത് വാസ്തവമാണ്. ദയവ് ചെയ്ത് ഈ ആരോഗ്യമന്ത്രി നിങ്ങൾ മൊത്തം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ ആരോഗ്യരംഗം. നിങ്ങളുടെ ജോലി എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ പ്രായവും പക്വതയും അനുസരിച്ച് ഒരു സ്ത്രീ അധിക്ഷേപിക്കുന്ന ഒരു പരിധികളുണ്ട്. പക്ഷേ ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. സ്വയം ചിന്തിക്കുക. നിങ്ങൾ ഒരു ദിവസത്തിന് മുമ്പെങ്കിലും ഈ രാജിവെച്ച് മനുഷ്യർക്കൊരു നമൂന ഒരു 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 ഇതായി മാറുക, ഒരു മോഡലായി മാറുക. നിങ്ങളെ കൊണ്ടത് പറ്റിയില്ല. നിങ്ങളുടെ ബ്ലഡിൽ അധികാരത്തിൻ്റെ ഹുങ്കും ആരെങ്കിലും എതിർത്താൽ അവരെ ഒതുക്കാനും കള്ളക്കേസ് ഉണ്ടാക്കുന്ന അതിന് മാത്രമേ നിങ്ങൾ മന്ത്രിയായിട്ടുള്ളൂ. നിങ്ങൾ ആരോടോ വിരോധം തീർക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കുക. പത്തനംതിട്ടയിൽ നിങ്ങൾ ഇനി നിന്നാൽ നിങ്ങൾ എത്ര നിലയിൽ പൊട്ടുമെന്നൊന്ന് കരുതിക്കൊണ്ടാൽ മതി. നിങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് ആശുപത്രി കിടന്ന ആശുപത്രി ജീവനക്കാരായിട്ടൊക്കെ ചിരിച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. മര്യാദയുടെയല്ലേ ഇതൊക്കെ? പിന്നെ നിങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഉളുപ്പ് ആ മനുഷ്യനുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് എടുത്ത് കളഞ്ഞതല്ല. കാരണം ഉടുപ്പില്ലാത്ത കൂട്ടർ ചേർന്നതാണ്. അതുപോലെ തന്നെ ഒരു MLA ഷംഷീർ, അത് വേറൊരു കഥാപാത്രം. ഇതൊക്കെ മനുഷ്യനെ ഫൂളാക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഈ കേരളത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ഉള്ള കള്ളങ്ങൾ പറഞ്ഞു വിട്ടാൽ എന്ന് സാധിക്കുന്നത്. ഇപ്പോൾ എന്തായി പോലീസ് റിപ്പോർട്ടിന് തെളിവുകളൊന്നും കിട്ടിയില്ല. ഒരു ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരു തെളിവും കിട്ടിയില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ കാട്ടിക്കൂട്ടത് കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടാൻ പോണത്. മന്ത്രി, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കളയുക. പ്രായം ഇത്ര ആയില്ലേ? നിങ്ങൾ കുഞ്ഞു പ്രായമൊന്നുമല്ല. നിങ്ങൾക്ക് പക്വതയുടെ അപ്പുറം കഴിയേണ്ട പ്രായമൊക്കെ ആക്കി. എന്നിരുന്നാലും നിങ്ങളെന്തോ ഇപ്പോൾ കാട്ടിക്കൂടുന്ന പണ്ട് എനിക്ക് അറിവ് ശരിയാണ്, നിങ്ങളെന്തോ കലോത്സവങ്ങളൊക്കെ പങ്കെടുത്ത് പ്രൈസൊക്കെ വാങ്ങിയിരിക്കാം. അത് നല്ലതുപോലെ നിങ്ങൾ പിന്നെ നിങ്ങൾ ന്യൂസ് റീഡർ ആയിരുന്നല്ലോ. നുണകൾ വായിക്കുന്ന സാധാരണ ഒരു ജില്ലയുടെ എല്ലാവരും അല്ല, ഒരു ജില്ലയിലോട്ട് നിത്യത്തിലാണ്. അത് തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത്. അതുകൊണ്ട് സാധിക്കുന്നതും എത്രയും പെട്ടെന്ന് സാധിച്ചാൽ ഇത് മാറിപ്പോകും. കുറച്ച് മന്ത്രിമന്ദിരത്തിൽ നിന്ന് ആഹ്നമൊക്കെ തീർന്നില്ലേ? ഇനിയും അതിൽ തന്നെ കടിച്ചു തൂങ്ങണം. നാണം കെട്ട് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? നിങ്ങളുടെ കഴുത്തിന് വേദന, പെടലിക്ക് വേദന, നിങ്ങൾ വല്ല ഭരതനാട്യം നടത്തി വല്ല ഇത് കഴുത്ത് ഉടുക്കിയതായിരിക്കും. അല്ല ഇവിടെ ഈ ഈ നിങ്ങളെ ഒന്നാമത് നിങ്ങളെ തല്ലാൻ വരുന്നവരെ നാണക്കേടാണ്. തൊട്ടാൽ അത് ആ ശരീരം ആ തൊടുന്നൊന്നാറും. അതുകൊണ്ട് ഈ രാജ്യത്തെ ഈ കേരളത്തെ നശിപ്പിക്കാതെ, കേരളത്തെ നാണം കെടുത്താതെ, കേരളത്തിൻ്റെ സംസ്കാരം വ്രണപ്പെടുത്താതെ, കേരളത്തിൻ്റെ മനുഷ്യനെ മറ്റുള്ള ഫണ്ടിൽ തല കുനിക്കാതിരിക്കാൻ സാധിച്ചാൽ നേരെ ആ പരിഹാരം ഡിസ്ചാർജ് ആകണം. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ നേരെ പത്തനംതിട്ടയ്ക്ക് വിട്ടോളൂ. ആറന്മുള നിങ്ങളുടെ സ്ഥലമുണ്ടല്ലോ, അവിടത്തേക്ക് ഇങ്ങ് വിട്ടോളൂ. എന്തിനാണ്? അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട അന്ന് ഈ കുറേ മേലധ്യക്ഷന്മാർ വരെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയത്നമൊക്കെ നടത്തിയല്ലോ. ദൈവം അച്ഛന്മാർ ഒന്ന് പ്രാർത്ഥിക്കൂ, ഇവർക്ക് മനസ്സൊന്ന് ഇവർ നാളെ തന്നെ ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി. ഇലക്ഷന് മുമ്പ് ഇവിടെ രാജിവെക്കണം. അത് ആ മേലധ്യക്ഷന്മാർ അന്നെടുത്ത ത്യാഗത്തിന് ഒരു സമാധാനം കാണും. അവർക്കും ചിന്തിക്കാം. എന്തായിരുന്നാലും ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. എന്തായാലും ഇപ്പോൾ അവരെല്ലാം കുത്തിയിരുന്ന ഈ നോമ്പ് കാലത്ത് പ്രാർത്ഥിക്കാൻ ഇതിനെ എങ്ങനെയൊക്കെ ഒന്ന് ഒഴിവാക്കി തരണേന്ന് പറഞ്ഞ് അച്ഛന്മാരെ, തിരുമേനിമാരെ ഒന്ന് സഹായിക്കുക, ഇവരൊന്ന് മാറ്റി തരിക. കേരളത്തെ ഈ മന്ത്രിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുത്തുക. അതേ ആരോഗ്യരംഗം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. എന്നിട്ടും വിടുകയാണ്. ഇപ്പോഴും സമരം നടത്തുന്ന ഡോക്ടർമാരാണ് പ്രൈവറ്റ് മേഖലയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ഇത്രയും സമരം നടത്തുന്ന ഇത്രയും ഡോക്ടർമാരെ ഒന്നും
ഒരു മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് കോളേജ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര ആയിരക്കണക്കിന് മെഡിക്കൽ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും ഇവിടെ ഇല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങളൊരു സമരത്തിന് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല, യാതൊന്നും ഒരു ആക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്? യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ലോബികളെ, ഹോസ്പിറ്റൽ ലോബികളെ സഹായിക്കുന്നത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ആരോഗ്യമന്ത്രിയും ചേർന്നിട്ടുള്ള ആൾക്കാരും. അതുകൊണ്ട് സമരം ചെയ്യുന്നവരെ നിങ്ങൾ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. അവരും ഡോക്ടേഴ്സാണ്. അവർക്ക് എവിടെയാണ് സുരക്ഷിതരിക്കുന്ന ആൾക്കാർ തല്ലിക്കൊല്ലുന്നു, ഡ്യൂട്ടിക്ക് വരാൻ പറ്റുന്നില്ല, ആൾക്കാർ കയ്യേറ്റം. ഇതാണോ നിങ്ങളുടെ മെഡിക്കൽ എത്തിക്സ്? ഒന്നുമില്ല. നിങ്ങൾ എന്തായിരുന്നാലും ഈ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി ഇത്രയ്ക്ക് എത്തിച്ചു വെച്ചേക്കുന്നു. നിങ്ങൾ നല്ല സൂത്രം പഠിച്ച ഒരു സ്ത്രീയാണ്. യു ആർ എ ഗ്രേറ്റ് ടെക്നിക് വിമൻ ഇൻ ദ എർത്ത് എന്ന് പറയാം. കാരണം സ്ത്രീകൾക്ക് വരെ നിങ്ങളൊരു അഭിമാനക്കേടാണ്. സ്ത്രീ സമൂഹത്തിനെ നിങ്ങൾ വ്രണപ്പെടുത്തുകയാണ്. സോ കഴിയുന്നതും എപ്പോഴും ഒരു ഗുഡ് ബൈ പറയുക. അച്ഛന്മാരോട് ഒന്ന് പറഞ്ഞേക്കുക. അതുപോലെ തന്നെ ഈ മതഭേദദേശന്മാരോട് ഒന്ന് പറയുന്നു, നിങ്ങളൊക്കെ കൂടെ പ്രാർത്ഥിച്ച് പിടിച്ച് കയറ്റിയതാണല്ലോ, അതുപോലെ ആ കയറ്റതുപോലെ കീഴൊന്ന് ഇറക്കാൻ ശ്രമിച്ചാലും. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.